വാതിൽ ചാടിയിട്ടാണ് അകത്ത് കയറിയത്. ഇവിടെ വെച്ചാണ് മഹാനായ ഇബാസറിനാഹു ഇസ്ലാമത്തെ സ്വീകരിച്ചത്. കണ്ടോ, ആ തോട്ടത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മൾ ഞാൻ തിരിഞ്ഞു വരും, അപ്പൊ അപ്പുറം കാണാം. ഇതൊക്കെ തോട്ടത്തിൽപ്പെട്ട ഭാഗമാണ്. ഇവിടെ പലതും കൃഷി ചെയ്യാറുണ്ട്, ചിലപ്പോൾ ഇങ്ങനെ നടക്കും. അപ്പൊ ഈ തോട്ടം ഇത്രയും തായിഫിന്റെ കണ്ണായ ഭാഗത്ത് ബിൽഡിംഗ് ഇല്ലാതെ, കടകളില്ലാതെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പ്രവാചകരെ ഇടങ്ങേറാക്കിയ ഒരു സ്ഥലമായതുകൊണ്ട്, ചരിത്രത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് ഇതിങ്ങനെ അവശേഷിപ്പിക്കുന്നത്. ഇനി അവിടെ അലിയറുള്ളാന്റെ പള്ളിന്റെ ഫാത്തിമ തായിഫില് ഇബ്നു അബ്ബാസ് തങ്ങളുടെ മക്കബറിന്റെ അവിടെയുള്ള പള്ളിയില് ഭയങ്കര തിരക്കായിരിക്കും. അതെല്ലാവരും വുളൂ ചെയ്ത് പെട്ടെന്ന് വുളൂ ചെയ്ത് 2 റക്അത്ത് നിസ്കരിക്കുകയാണ് നമുക്ക് ആവശ്യം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് യാസീനുകൾ ദുആർന്നിട്ട് നമ്മളെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് പിന്നെ മസ്ജിദുൽ ഹുനൂദിലേക്ക് നമ്മൾ പോകുന്നത്. ഇപ്പൊ 10:20 ഇനി അവിടെ പള്ളി തുറന്നിട്ടില്ല, വൈകുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മസ്ജിദുൽ ഹുനൂദിലേക്ക് പോകും. എന്നിട്ട് അവിടെ സിയാറത്ത് കഴിഞ്ഞ് മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങളുടെ മക്കബറയുടെ ചാരത്തേക്ക് പള്ളിയിലേക്ക് വരും. സാഹചര്യം സന്ദർഭം നോക്കിയിട്ടായിരിക്കും ഇൻഷാ അല്ലാഹ്. കണ്ടമാനം വണ്ടികളുണ്ട്, നല്ല തിരക്കാണ്. ബാത്റൂമിൽ സ്ത്രീകൾക്ക് നല്ല തിരക്കായിരിക്കും. പക്ഷെ നമ്മൾ കുറച്ച് ആളുകളുള്ളല്ലോ. അള്ളാഹുവിന്റെ ചാരയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ വലം സൈഡിൽ പാർക്കുകളുണ്ട്. നോക്കൂ, നല്ല പാർക്കുകൾ. രാത്രി ഇങ്ങോട്ടേക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് വരാത്തത് കൊണ്ടാണ്. രാത്രി വരികയാണെങ്കിൽ നല്ല സുഖമാണ്, പക്ഷെ നമുക്ക് പറ്റൂല. ഈ പാർക്കുകളൊക്കെ ലൈറ്റ് കൊണ്ട് ആദ്യം നമുക്ക് അറിയാനുള്ള നമ്മള് ആദ്യം എറിയുന്നത് ജംറത്തിൽ അഖബയാണ്, അപ്പുറത്തെ ജംറ, മക്കയുടെ ഭാഗത്തുള്ള ജംറ. ഇത് മീനയുടെ ഇങ്ങേ നൽകത്തെ ജംറ. ആ ഒരു ജംറ കാണും. 3 ജംറന്റെയും കുടകൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് നമ്മള് അങ്ങനെയാണ് പോവുക, ചേറാനയിലേക്ക് പോവുക ഇൻഷാ അല്ലാഹ്. അപ്പൊ അങ്ങാതെ ഞാൻ പറയുമ്പോൾ അപ്പം അങ്ങോട്ട് നോക്കിയാലേ കാണുള്ളൂ എന്ന് പിന്നെയും ഞാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഏതായാലും നമ്മളിപ്പോ അറഫയിൽ നിന്നാണല്ലോ പോരുന്നത്. ഒരു വലിയ സംഭവമാണ് അവിടെ ഉള്ളത്. അറഫയിലേക്ക് നമ്മൾ ഹജ്ജിന് ഇഹ്റാം ചെയ്ത് വരും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നല്ല നിലയ്ക്ക് മനസ്സിൽ ഒരുപാട് പ്ലാനുകളൊക്കെ ഉണ്ട്. അതുപോലെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങളൊക്കെ ആനപ്പടയുമായി വന്ന് നിന്നത്. ഇതാണ് മശ്അറുൽ ഹറാം. സുബ്ഹാനല്ലാഹ്, മുസ്ദലിഫയിലെ പള്ളിയാണ്. ഈ പള്ളിയിൽ വെച്ചാണ് നമ്മൾ ചില വണ്ടി ഇവിടെ നിർത്തിക്കാണ്ട് പുറത്തുനിന്ന് ഉണ്ടാക്കിക്കാണ്ട് പോകാറുണ്ട്. തിരക്ക് ഒഴിവാക്കാൻ നമുക്ക് നേരെ ചേരാനിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ ശ്രദ്ധിക്കട്ടെ, ഇതാണ് കണ്ടില്ല ഈ വാദി മുഹസ്സർ എന്ന് പറയപ്പെടുന്ന ഭാഗമാണിത്. വലതുവശത്ത് ഇതൊക്കെ പെട്ടിട്ട് 2 കിലോമീറ്റർ നീളത്തിലുള്ള ഏരിയയാണിത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ. അലം തറ നബിയെ നിങ്ങൾ. അപ്പൊ നമ്മള് അള്ളാഹുവിന്റെ ഭൂമി ലോകത്ത് മഹത്വമുള്ള ഈ പരിശുദ്ധ മക്കയിലെത്തി. നാട്ടിൽ പല നിലക്കും ജീവിച്ചു പോയവരാണ്. പലവരോടും പ്രശ്നങ്ങളായും കച്ചറയായും വർത്താനമായും പല നിലക്കുള്ള ഇടപാടായും അവിടുന്നൊക്കെ ഒരു മാറ്റം നമ്മൾക്കിനി ഉണ്ടാവണം. അതിനുള്ള ശ്രമം നമ്മൾ നടത്തണം. ഇനിയും ഒരുപാട് തവണ ഇവിടെ വരാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. നമ്മൾ ചെയ്യുന്ന കാബൻ ചുറ്റലും സഫാ മർവന്റെ ഇടയിൽ നടക്കലൊക്കെ ഇത് നമ്മളെ നാട്ടിൽ നിന്ന് നടക്കാം. നമ്മളെ നാട്ടിൽ പോയി ഏർവാടി പോയാൽ ഏർവാടി ദർഗ ചുറ്റുന്ന ആളുകളെ കാണാം. മാനസികമായി അസുഖമുള്ള ആളുകൾ ഏർവാടി ദർഗ ചുറ്റുമ്പോൾ അവർ അസുഖം മാറും. നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ നടക്കും. എന്നാൽ ഇവിടുത്തെ ചുറ്റലും ഇവിടുത്തെ നടത്തവും, ആ ചുറ്റൽ മനസ്സ് നന്നാവാനുള്ളതാണ്, സ്വഭാവം നന്നാവാനുള്ളതാണ്, ജീവിതം നന്നാവാനുള്ളതാണ്, അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കലാണ്. അതേപോലെ സഫാ മർവന്റെ ഇടയിൽ നടക്കൽ ഹാജർ ഉമ്മർ റളിയല്ലാഹു അൻഹയുടെ ആ നടത്തത്തെ അനുസ്മരിച്ചുകൊണ്ട് അള്ളാഹു തആല നമുക്ക് നൽകിയതാണ്. പുരുഷന്മാരായ ആളുകളെ
പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് അവർ ആ പച്ച ലൈറ്റിനിടയിലൂടെ ഓടലല്ല, ഉളരി നടത്തമാണ്. സാധാരണ നടത്തത്തെക്കാളും ഒന്ന് ഉളരി നടക്കുക, കാല് വേഗം വെക്കുക എന്ന ഓടുക എന്നത് അവിടെ ഇല്ല. ചില ആളൊക്കെ ഓടുന്നത് കാണാം. ഉളരി നടക്കുക, കുറച്ച് വേഗതയിൽ നടക്കുക. അപ്പൊ അതൊക്കെ ആ നടത്തവും ആ ഒതുക്കവും ആ ചുറ്റലും ഒക്കെ നമ്മുടെ കൽബ് ശുദ്ധീകരിക്കാനുള്ളതാണ്, നമ്മുടെ ജീവിതം നന്നാക്കിയെടുക്കാനുള്ളതാണ്. ഈ ഒരു ഓർമ്മ നമ്മളിൽ വേണം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നിടത്തായാലും, നമ്മുടെ റൂമിലായാലും, നമ്മുടെ യാത്രയിലായാലും, നമ്മൾ ബസ്സിലായാലും, അന്യരൊക്കെ എപ്പോഴും അന്യരാണ്. ആ ഒരു ഓർമ്മ നമ്മളിൽ എപ്പോഴും ഉണ്ടാവുക. എല്ലാ സ്ഥലത്തും നമ്മൾ ശ്രദ്ധിക്കുക. ചില ആളുകളൊക്കെ പല ശബ്ദ കോലാഹലങ്ങളും കാണാം. ഭക്ഷണം കഴിക്കുന്നിടത്ത്, ഹറമില്, നടത്തത്തില്, തവാഫിനിടയിൽ വീഡിയോ ചെയ്യുന്നത് കാണാം, കോള് ചെയ്യുന്നത് കാണാം, ഫോണോണ്ട് കളിക്കുന്നത് കാണാം. അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഇബാദത്തുകൾ തന്നെയാക്കുക. കുറേ ഉംറ ചെയ്യാന്നുള്ള ആരോഗ്യമുള്ള ആളുകൾ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഹറമിൽ വർദ്ധിപ്പിക്കേണ്ടത് സുന്നത്ത് നമസ്കാരം.